കൂട്ടത്തിൽ പ്രധാനമന്ത്രി എല്ലാവർക്കും അക്ഷതം കൊടുത്തു, മമ്മൂട്ടിക്കും കൊടുത്തു. മമ്മൂട്ടി അത് ഉപചാരപൂർവ്വം വാങ്ങി സൂക്ഷിക്കുകയും ചെയ്തു. ഇനി പറയും, മമ്മൂട്ടിയെ നമുക്ക് സംഖ്യയാക്കണ്ടേ? മമ്മൂട്ടിക്ക് നേരെ സൈബർ ആക്രമണങ്ങൾ ആരംഭിക്കണ്ടേ? വേഗം ചെന്ന് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടും. മമ്മൂട്ടിക്ക് അഭിനയിക്കാൻ അറിയില്ല, മമ്മൂട്ടിയേക്കാൾ നല്ല നടന്മാർ മലയാളത്തിലുണ്ട്, സംഖ്യ മമ്മൂട്ടിയെ നമ്മൾ ബഹിഷ്കരിക്കണം എന്നൊക്കെ പറഞ്ഞ് എന്തേ എഴുതുന്നില്ലേ? പാവം ചിത്ര രാമനാമം ജപിക്കുവാനും. നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വെൽക്കം ടു അജയ്സ് പ്രസ്. ഹിയർ വാട്ട് വി ഡു ഈസ് എക്സ്പ്രസ്. ശ്രീ എം ടി വാസുദേവൻ നായരുടെ വളരെ പ്രശസ്തമായ ഒരു ചെറുകഥയുണ്ട്, ചെറിയ ചെറിയ ഭൂകമ്പങ്ങൾ. അദ്ദേഹം തന്നെ പിന്നീട് ഈ കഥയ്ക്ക് തിരക്കഥ എഴുതി എന്ന് സ്വന്തം ജാനകിക്കുട്ടിക്ക് എന്ന പേരിൽ 1998 ശ്രീ ഹരിഹരൻ സംവിധാനം ചെയ്ത ഒരു സിനിമയായി പുറത്തിറക്കിയിരുന്നു. ജോമോളും ചഞ്ചലും പ്രധാന വേഷത്തിലെത്തിയ ചിത്രം എന്ന് പറയുമ്പോൾ നിങ്ങളിൽ പലർക്കും ഓർത്തെടുക്കുവാൻ കഴിയുന്നവരായിരിക്കും. ഈ കഥ ഒരു 18 വയസ്സുകാരി പെൺകുട്ടിയുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന റിയലിസ്റ്റിക്കും മിസ്റ്റിക്കലുമായ ചെറിയ ചെറിയ ഭൂകമ്പങ്ങൾ എന്ന് വേണമെങ്കിൽ ഒറ്റ വാക്യത്തിൽ പറയാം. ഞാനിവിടെ ശ്രീ എം ടിയുടെ ചെറുകഥയുടെ ഒരു വായന അല്ല ഉദ്ദേശിക്കുന്നത്. 2024 കേരള രാഷ്ട്രീയ സാംസ്കാരിക മണ്ഡലത്തിൽ അദ്ദേഹം ഉയർത്തിവിട്ട ചെറിയ ചെറിയ ഭൂകമ്പത്തെക്കുറിച്ച് പറയുവാനാണ്. അദ്ദേഹം ഉയർത്തിവിട്ട ഭൂകമ്പത്തിൻ്റെ അനുരണനങ്ങൾ കേരളത്തിൽ അലയടിച്ചു തുടങ്ങി. പ്രത്യാഘാതം എന്ന വണ്ണം കേരളത്തിലെ സാംസ്കാരിക നായകർ മിണ്ടിത്തുടങ്ങി. ഇത് കുറച്ച് നേരത്തെ ആകേണ്ടിയിരുന്നു എന്ന് പറയുന്നവരാണ് കേരളത്തിലെ ജനങ്ങൾ. ആരും ഒന്നും മിണ്ടുന്നില്ല എന്ന് നേരത്തെ ഒരു വീഡിയോയിൽ ഞാൻ തന്നെ പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോഴിതാ എം ടി ഉയർത്തിയ ഭൂകമ്പത്തിൻ്റെ ബാക്കി എന്നോണം ചെറു ചെറു ട്രിമേഴ്സ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഭൂകമ്പങ്ങൾ അങ്ങനെയാണ്. ഒരു വലിയ ഭൂകമ്പം ഉണ്ടായാൽ ചെറു ചെറു ഭൂകമ്പങ്ങൾ തുടർച്ചയായി ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഒരിക്കലും വായ തുറക്കാത്ത പലരും വായ തുറന്നു തുടങ്ങിയിരിക്കുന്നു. എം മുകുന്ദൻ പറയുന്നു, സിംഹാസനത്തിൽ ഇരിക്കുന്നവർ അധികാരത്തിൻ്റെ രുചി അറിഞ്ഞവരാണത്രേ. ഒരിക്കലിരുന്നാൽ പിന്നീട് അവർ എഴുന്നേൽക്കില്ല എന്ന്. ഇത് ശ്രീമാൻ മുകുന്ദനെ തിരിച്ചറിയുവാൻ എം ടി വേണ്ടി വന്നു എന്നതാണ് നമ്മുടെ ദുര്യോഗം. അധികാരം, പണം, പ്രശസ്തി, സ്ഥാനമാനങ്ങൾ, സമ്മാനങ്ങൾ, അങ്ങനെ ഇതിനൊക്കെ പിറകെയാണ് നമ്മുടെ ഒട്ടുമിക്ക സാംസ്കാരിക നായകരും. അതുകൊണ്ട് തന്നെ ആരും വായ തുറക്കാറില്ല. അധികാരം എങ്ങനെ അഴിമതിക്ക് വഴി തുറക്കുന്നു, എത്ര കുലീനമായ ഉദ്ദേശ്യ ലക്ഷ്യങ്ങളെപ്പോലും അധികാരം എങ്ങനെയാണ് വഴിമാറ്റി വിടുന്നത് എന്നത് ജോർജ് ഓർവെലിൻ്റെ ഒരു പുസ്തകത്തിൽ അദ്ദേഹം ഭംഗിയായി വരച്ചു കാട്ടുന്നുണ്ട്. അനിമൽ ഫാം എന്നു പേരായ ആ നോവലിൽ പന്നികൾ മനുഷ്യരുടെ അടിച്ചമർത്തലിന് വിധേയരായി അവർക്കെതിരെ പ്രക്ഷോഭം നയിക്കുകയും പിന്നീട് അവർ തന്നെ അധികാരം കിട്ടുമ്പോൾ അവരുടെ മുൻ യജമാനന്മാരെ പോലെ മറ്റുള്ളവരെ എങ്ങനെയാണ് അടിച്ചമർത്തുന്നതെന്നുമാണ് ഇതിൻ്റെ ഉള്ളടക്കം. ഓർവെലിൻ്റെ ഈ രചന അധികാരത്തിൻ്റെ ദുസ്വാധീനത്തെ പറ്റിയുള്ള നല്ലൊരു കമൻട്രിയാണ്. ഇപ്പോൾ തന്നെ നോക്കൂ, നമ്മുടെ പ്രിയപ്പെട്ട ഗായിക KS ചിത്രയാണിപ്പോൾ സൈബർ സഹാക്കളിൽ ലക്ഷ്യമിട്ടിരിക്കുന്നത്. ആദ്യത്തെ പ്രതികരണം വന്നു കഴിഞ്ഞു, പിറകെ ഇനിയും വരാൻ കിടക്കുന്നു. സൂരജ് സന്തോഷ് എന്നു പേരുള്ള ഒരാൾ ഗായകനാണെന്നാണ് പറയുന്നത്. ഭാഗ്യത്തിന് ഇദ്ദേഹത്തിൻ്റെ പാട്ട് എത്ര മലയാളികൾ കേട്ടിട്ടുണ്ട് എന്നറിയില്ല. എത്ര എത്ര KS ചിത്രമാർ തനിസ്വരൂപം കാട്ടാൻ കിടക്കുന്നു. വിഗ്രഹങ്ങൾ ഇനി എത്ര ഉടയാൻ കിടക്കുന്നു. ഇങ്ങനെ പോകുന്നു ഇതിയാൻ്റെ വിലാപങ്ങൾ. എല്ലാവരും രാമനാമം ജപിക്കണം എന്നും അന്നേ ദിവസം എല്ലാവരും വിളക്ക് തെളിയിക്കണം എന്നും മാത്രമേ ചിത്ര പറഞ്ഞുള്ളൂ. ചിത്ര പിന്തുടരുന്ന ഒരു വിശ്വാസമുണ്ട്. ആ വിശ്വാസത്തെ പിൻപറ്റി അവർ ഒരു ചെറിയ കാര്യം പറഞ്ഞപ്പോൾ നോക്കണേ നമ്മുടെ അസഹിഷ്ണുത. രാമനാമം ജപിക്കുന്നവരെ വരെ സംഖ്യയാക്കുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് മറന്നുകൊണ്ടല്ല ഞാനിത് പറയുന്നത്. ചിത്രയെ പിന്തുണച്ചുകൊണ്ട് ഗായകൻ വേണുഗോപാൽ വന്നു. പക്ഷേ അത് അതിലും വലിയ പാരയായി. പുള്ളിക്കാരൻ ചോദിക്കുന്നു ചിത്രയോട് ഒരു തവണത്തേക്ക് ക്ഷമിച്ചുകൂടെ എന്ന്. ചിത്രയോട് ക്ഷമിക്കാൻ ചിത്ര എന്ത് മഹാ അപരാധമാണ് ചെയ്തത്? നമ്മുടെ ഭരണഘടന നമുക്ക് നൽകുന്ന സ്വാതന്ത്ര്യമൊന്നുമുണ്ട്. അതിൽ നമുക്ക് ഇഷ്ടപ്പെട്ട മതം പിന്തുടരുവാനും പ്രചരിപ്പിക്കുവാനും ഒക്കെ നമുക്ക് അവകാശവുമുണ്ട്. ഇങ്ങനെയൊക്കെ ഇരിക്കെ വേണുഗോപാലിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കൂടുതൽ ഡാമേജ് വരുത്തി വെച്ചു എന്ന് പറയാതെ വയ്യ. ഇപ്പോൾ ശ്രീമതി സാറാ ജോസഫും വായി തുറന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. സർക്കാർ മെഷീനറി ഉപയോഗിച്ച് മനുഷ്യത്വരഹിതമായ പ്രവർത്തനങ്ങൾ നടത്തുമ്പോഴാണ് എം ടിയുടെ ശക്തമായ വിമർശനം വരുന്നത്. എം ടിയുടെ വിമർശനത്തെ തുടർന്ന് സാനുമാഷും ലീലാവതി ടീച്ചറും സാറാ ജോസഫും മുകുന്ദനും ഒക്കെ പ്രതികരിച്ചു തുടങ്ങി എന്നതാണ് എം ടി ഉയർത്തിയ ഭൂകമ്പത്തിൻ്റെ ബാക്കി പത്രം. ഇനിയും ചെറു ചെറു ഭൂകമ്പങ്ങൾ വരാനുണ്ട്. ഇവർക്കൊക്കെ ഇനി പുതിയ പുരസ്കാരങ്ങളോ പ്രശസ്തി പത്രങ്ങളോ കിട്ടാനില്ല എന്നതുകൊണ്ടായിരിക്കാം ഇവരൊക്കെ ഇപ്പോൾ പ്രതികരിക്കുന്നത് എന്ന് പറയുന്ന ദോഷൈക ദൃക്കുകളുണ്ട്. അങ്ങനെയല്ല, ഇനിയൊന്നും ഞങ്ങൾക്ക് വേണ്ടതില്ല എന്ന് അടിവരയിട്ട് പറയുകയാണ് ഇവർ എന്ന് പറയുന്ന ശുഭാപ്തി വിശ്വാസക്കാരനാണ് ഞാൻ. പക്ഷേ മലയാളത്തിലെ ചെറുപ്പക്കാരായ സാഹിത്യകാരന്മാർ, യുവാക്കളായ സാഹിത്യകാരന്മാർ ബെന്യാമിനും സുഭാഷ് ചന്ദ്രനും KR മേനിയും R ഉണ്ണിയും ഒന്നും മിണ്ടുന്നില്ല.
ഇനിയും പലതും കിട്ടാനുണ്ട് എന്ന ചിന്തയാണ് ഇവരെയൊക്കെ ഭരിക്കുന്നത് എന്ന് നേരത്തെ പറഞ്ഞതുപോലെ ആരെങ്കിലും ആക്ഷേപം ഉന്നയിച്ചാൽ അത് തെറ്റാണ് എന്ന് നമുക്ക് പറയാൻ കഴിയുമോ? ഞാൻ ഈ പറഞ്ഞ ആരോപണങ്ങളും മറ്റും ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും വാർത്താമാധ്യമങ്ങളിലും നിരവധി പേര് ഉന്നയിക്കുന്നുണ്ട്. MTയുടെ ആരോപണം ഇടതുപക്ഷത്തെക്കുറിച്ചോ CPM-നെ കുറിച്ചോ അല്ല, അത് മോദിയെക്കുറിച്ചാണ്, അത് കേന്ദ്ര ഗവൺമെൻറ്റിനെ കുറിച്ചാണ് എന്നൊക്കെ പറഞ്ഞ് കണ്ണടച്ച് ഇരുട്ടാക്കിയാണ് സഹാക്കന്മാർ പലരും. അതുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിനാണ് വിമർശനങ്ങൾ മനസ്സിലാക്കി കേന്ദ്ര ഗവൺമെൻറ് നന്നായാൽ അവർക്ക് കൊള്ളാം. ഇതാണ് ഇവരുടെ ഒരു ലൈൻ. ഇതിനിടയിലാണ് വ്യക്തിപൂജ വിവാദം. CPM പോലെ ഒരു പാർട്ടിയിൽ വ്യക്തിപൂജ ശരിയാണോ എന്നതാണ് വിഷയം. മുഖ്യമന്ത്രിയെ സൂര്യനാക്കുന്നു, കഴുകനാക്കുന്നു, തീയിൽ കുതിരയാക്കുന്നു. 2 വർഷം മുമ്പാണ് പിണറായി വിജയനെ സ്തുതിച്ചുകൊണ്ട് ഒരു തിരുവാതിരപ്പാട്ട് പുറത്തിറങ്ങിയത്. നിങ്ങൾക്ക് ഓർമ്മയില്ലേ? അന്ന് ഇന്ന് ഈ പാർട്ടി ലോകമെങ്ങും ശോഭിച്ചിടും കാരണഭൂതൻ പിണറായി വിജയൻ എന്ന സഖാവ് തന്നെ എന്നായിരുന്നു അതിലെ ഒരു വരി. എനിക്ക് തോന്നുന്നത് മുഖ്യമന്ത്രിയോട് വിരോധമുള്ള ആരോ എഴുതി ഉണ്ടാക്കിയതാണ് ഇതെല്ലാം എന്നാണ്. നോക്കൂ, കാരണഭൂതൻ എന്ന വാക്ക് തന്നെ കേരളത്തിൽ മുഖ്യമന്ത്രിയെ ട്രോളുവാൻ സകലരും ഉപയോഗിക്കുന്നത് കണ്ടില്ലേ? നമ്മുടെ ജയശങ്കർ വക്കീലൊക്കെ കാരണഭൂതൻ എന്നല്ലാതെ പറയാറേയില്ല. മാത്രമല്ല, ഈ പാർട്ടി ലോകമെങ്ങും ശോഭിച്ചിടും എന്നൊക്കെ പറയുമ്പോൾ അത് തന്നെ വലിയൊരു ട്രോളല്ലേ. സഹ്യനപ്പുറം ഈ പാർട്ടി ഇല്ല എന്ന് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ലേറ്റസ്റ്റായി ഇറങ്ങിയ ഒരു റാപ്പ് ഗാനം. തീയിൽ കുരുത്ത കുതിര, കഴുകൻ എന്നൊക്കെ ആരെക്കുറിച്ചെങ്കിലും ആരെങ്കിലും പാടും. കഴുകൻ ഒരു പാവം പക്ഷിയാണെങ്കിൽ നമ്മുടെ സങ്കല്പത്തിൽ കഴുകൻ എപ്പോഴും ഒരു നെഗറ്റീവ് ഇമേജാണ് ഉള്ളത്. കഴുകൻ്റെ കണ്ണ്, കഴുകൻ്റെ സ്വഭാവം, കഴുകൻ്റെ ഭക്ഷണം, ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ മുഖ്യമന്ത്രിയെ ട്രോളാൻ വേണ്ടി ആരോ ചെയ്തതാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മാത്രമല്ല, ഈ റാപ്പ് ഗാനത്തിൽ ഒരിടത്ത് സ്വജനപക്ഷപാത വാദ്യ മാസ്റ്റർ എന്ന് പറഞ്ഞാണ് ശ്രീ പിണറായി വിജയനെ വിശേഷിപ്പിക്കുന്നത്. അത് തന്നെ ഏറ്റവും വലിയ ട്രോളല്ലേ. ഈ വരികൾ എഴുതിയത് ആരാണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഗോവിന്ദൻ മാഷും ഇപ്പോൾ ട്രോളി തുടങ്ങിയിട്ടുണ്ട്. സൂര്യൻ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അദ്ദേഹം ട്രോൾ ചെയ്യുന്നത്. അല്ലെങ്കിൽ ആ ഒരു ഡയലോഗിന് ശേഷം സോഷ്യൽ മീഡിയ സൂര്യന് നൽകിയ ട്രോളുകൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇതൊക്കെ മനഃപൂർവ്വം ചെയ്യുന്നതാണോ എന്ന് വരെ എനിക്ക് സംശയമുണ്ട്. നേരത്തെ ഒരിക്കൽ പറഞ്ഞതുപോലെ ഇടതുപക്ഷ മാനവികതയ്ക്കൊപ്പം വേണം എല്ലാ കലാകാരന്മാരും, ചിന്തകരും, സാഹിത്യകാരന്മാരും എന്നതാണ് കേരളത്തിലെ ഇടതുപക്ഷത്തിൻ്റെ ഒരു ചിന്ത. ഇവരെല്ലാം ഇടതുപക്ഷമാകണം. ഇല്ലെങ്കിൽ സുഗതകുമാരി ടീച്ചർ പറഞ്ഞതുപോലെ കൂട്ടപ്രസ്താവനയുടെ പുക കൊണ്ട് അവർ നിങ്ങളെ ഇടതുപക്ഷമാക്കും. നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന് പറഞ്ഞതുപോലെ കേരളത്തിലെ ഒട്ടുമിക്ക കലാകാരന്മാരെയും സാഹിത്യകാരന്മാരെയും കേരളത്തിൽ സംഘി ക്യാമ്പിലേക്ക് റിക്രൂട്ട് ചെയ്യുന്ന ഒരു ഇടമാറി മാറിയിരിക്കുന്നു കേരളം. MTയെയും സാറാ ജോസഫിനെയും മുകുന്ദിനെയും ചിത്രയും എല്ലാം നമ്മൾ സംഖ്യയാക്കി കഴിഞ്ഞു. നാളെ നിങ്ങൾ ഞങ്ങളെ സംഖ്യയാക്കി എന്നായിരിക്കും ഇവരെല്ലാവരും പറയാൻ പോകുന്നത്. അക്രമവും കൊലയും നടത്തിയാൽ സ്വർഗം കിട്ടുമെന്നും അവിടെ കൂറിമാർ ബിരിയാണി വിളമ്പും എന്നൊക്കെ കരുതുന്നത് മൗഢ്യമാണ് എന്നൊരു പ്രസ്താവന അടുത്തിടെ ശ്രീ MT നടത്തിയിരുന്നു. പക്ഷെ കേരളത്തിൽ കാര്യമായിട്ട് യാതൊരു പ്രതികരണവും ഉണ്ടായില്ല. എന്താണ് എന്നറിയില്ല. MTയുടെ നോവലുകൾ കൃത്യമായി വായിക്കുവാൻ കേരളത്തിന് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. മനസ്സിലാക്കിയവർ അതൊട്ട് പുറത്തു പറഞ്ഞിട്ടുമില്ല. മാത്രമല്ല, എൻ്റെ നോവലുകളും കഥകളുമാണ് എൻ്റെ സന്ദേശം എന്ന മട്ടിൽ പലപ്പോഴും മൗനിയായി ഇരിക്കുന്ന MTയാണ് നമുക്ക് പരിചയം. നിർമാല്യം എന്ന ചിത്രത്തിൽ ഭഗവതിക്ക് നേരെ തുപ്പുന്ന വെളിച്ചപ്പാടിനെ MT ചിത്രീകരിച്ചത് ഇന്നാണെങ്കിൽ കേരളത്തിൽ നടക്കില്ല എന്ന് പറയുന്ന ഒട്ടേറെ ആൾക്കാർ കേരളത്തിൽ തന്നെ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ പള്ളിവാളും കാൽച്ചലമ്പും എന്ന ചെറുകഥയുടെ ദൃശ്യാവിഷ്കാരമായിരുന്നു നിർമാല്യം. അന്ന് ആ ചിത്രം കണ്ട വൈക്കം മുഹമ്മദ് ബഷീർ പറഞ്ഞ അഭിപ്രായം എന്താണെന്നോ, ഇതൊരു ഹിന്ദു ചിത്രം ആണെന്നാണ്. ദേവിയുടെ നേർക്ക് തുപ്പുന്ന വെളിച്ചപ്പാടിൻ്റെ പുരോഗമനം നമ്മൾ കേരളീയർ എടുത്ത് തലയിൽ കെട്ടി നടന്നു. എന്നാൽ വസ്തുത മനസ്സിലാക്കിയ ക്രാന്തദർശിയായ ശ്രീ വൈക്കം മുഹമ്മദ് ബഷീർ പറഞ്ഞത് ആരും ചർച്ച ചെയ്തുമില്ല. ഈയിടെ ഈ ഒരു വിവരം പങ്കുവച്ച ശ്രീ TG മോഹൻദാസ് പറഞ്ഞത് ശരിയായിരുന്നു എന്ന തോന്നൽ എനിക്കുമുണ്ടായി. നിർമാല്യം മലയാളികൾ വീണ്ടും വീണ്ടും കാണണം എന്നും അതൊന്ന് വിലയിരുത്തണമെന്നുമാണ് എൻ്റെ അഭ്യർത്ഥന. കൂട്ടത്തിൽ OV വിജയൻ്റെ ധർമ്മപുരാണവും വീണ്ടും വായിക്കുവാൻ സമയമായി എന്ന് എനിക്ക് തോന്നുന്നു. 2 രചനകളുടെയും പുനർവായന, സിനിമയും ഒപ്പം സിനിമയും, അത് കാണുവാനും ഇനിയും വൈകരുത് എന്ന് മാത്രമാണ് എൻ്റെ അഭ്യർത്ഥന. ഇന്ന് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഗുരുവായൂരിൽ ശ്രീ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിന് ഒരു കാരണവരെ പോലെ സുരേഷ് ഗോപിയോടൊപ്പം നിൽക്കുന്നതും വധൂവരന്മാരെ അനുഗ്രഹിക്കുന്നതും എല്ലാം കേരളം കണ്ടു. മലയാളത്തിലെ ഒട്ടുമിക്ക പ്രശസ്തരായ സിനിമാ താരങ്ങളെയും സംവിധായകരെയും അവിടെ കാണാമായിരുന്നു. ശ്രീ മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ ഭാര്യാസമേതരായി അവിടെ എത്തിയിരുന്നു. മമ്മൂട്ടിക്കും മോഹൻലാലിനുമൊക്കെ കൈ കൊടുക്കുന്നത് മോദിയെയും നമ്മൾ കണ്ടു. അവർ തമ്മിൽ സംസാരിക്കുന്നതും നമ്മൾ കണ്ടു. മോദിയോടൊപ്പം വേദി പങ്കിടുന്ന എല്ലാവരെയും ചാണകവും സംഖ്യയുമാക്കുന്ന സൈബർ സഖാക്കളും
സുഡാപ്പികളും എന്തുകൊണ്ടാണ് മമ്മൂട്ടിക്കെതിരായി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ ഒന്നും ഇടാത്തത്? കൂട്ടത്തിൽ പ്രധാനമന്ത്രി എല്ലാവർക്കും അക്ഷതം കൊടുത്തു, മമ്മൂട്ടിക്കും കൊടുത്തു. മമ്മൂട്ടി അത് ഉപചാരപൂർവ്വം വാങ്ങി സൂക്ഷിക്കുകയും ചെയ്തു. ഇനി പറയും, മമ്മൂട്ടിയെ നമുക്ക് സംഖ്യയാക്കണ്ടേ? മമ്മൂട്ടിക്ക് നേരെ സൈബർ ആക്രമണങ്ങൾ ആരംഭിക്കണ്ടേ? വേഗം ചെന്ന് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടും. മമ്മൂട്ടിക്ക് അഭിനയിക്കാൻ അറിയില്ല, മമ്മൂട്ടിയേക്കാൾ നല്ല നടന്മാർ മലയാളത്തിലുണ്ട്, സംഖ്യ മമ്മൂട്ടിയെ നമ്മൾ ബഹിഷ്കരിക്കണം എന്നൊക്കെ പറഞ്ഞ് എന്തേ എഴുതുന്നില്ലേ? പാവം ചിത്ര രാമനാമം ജപിക്കുവാനും വിളക്ക് കത്തിക്കുവാനും പറഞ്ഞപ്പോൾ പൊട്ടിയ കുരു എന്തേ ഇപ്പോൾ പൊട്ടുന്നില്ലേ? ഞാൻ എൻ്റെ കഴിഞ്ഞ ഒരു വീഡിയോയിൽ സുരേഷ് ഗോപിക്കും ശോഭനയ്ക്കും നേരെ നടത്തിയ സൈബർ ആക്രമണങ്ങൾക്ക് എതിരായി മമ്മൂട്ടിയും മുകേഷും ഗണേഷ് കുമാറും പ്രതികരിക്കണമെന്നും അതിന് അവർക്കൊരു ധാർമ്മിക ബാധ്യത ഉണ്ടെന്നും പറഞ്ഞിരുന്നു. ഇന്നിപ്പോൾ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിനിടയിൽ പ്രധാനമന്ത്രിയുടെ കയ്യിൽ നിന്നും അക്ഷതം സ്വീകരിച്ചതോടുകൂടി മമ്മൂട്ടി അദ്ദേഹത്തിൻ്റെ പ്രസ്താവന കേരളത്തോട് പറയാതെ പറഞ്ഞിരിക്കുന്നു. ഇനിയെങ്കിലും സൈബർ സുഡു കമ്മി ദമ്പതികൾ, ഇടത് ബുദ്ധിജീവികൾ, ഇവരൊക്കെ ഈ വൃത്തികേട് അവസാനിപ്പിക്കണം. അതാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ഈ വീഡിയോ മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്ത് കൊടുക്കണം. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.